പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവതരെ, ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാവുപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കാണും, വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് ആധ്യാത്മ ജീവിതം നമ്മൾ പറയുന്ന ഭക്തജീവിതമല്ല, എൻ്റെ അപ്പുറത്ത് ദൈവമായിട്ട് ആധ്യാത്മ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയണത്, ലക്ഷ്യമെന്ന് പറയണത് ദൈവം തന്നെയാണ്, നമ്മളല്ല. ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് സന്യസ്തരുടെ സമർപ്പിത പ്രാർത്ഥനാ ജീവിതമല്ല. നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യം ഇല്ല. വെച്ചാൽ അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അപ്പം അത് എപ്പോഴും ഇതിനകത്ത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നാട്ടുപ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപകടം അത് തന്നെയാണ്. കാര്യം ദൈവത്തിന് ഈ ഉടായിപ്പ് അറിയാം. കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളന്മാർ ചവിട്ടും എന്നൊക്കെ അറിയാം. അപ്പം ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു ട്രാജഡിയാണ്. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സർട്ടിഫിക്കറ്റ് അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നു. അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തെക്കാൾ പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിനെ അട്ടിമറിക്കാൻ, ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്ത് ചെയ്യുമെന്ന്. അതിനൊരു ചെറിയ ടിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം. പേയ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിത സാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ നിങ്ങളുടെ മൂല്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കും. ഇതിന് ബാക്കി അടുത്ത ദിവസം പറയാം. അതുപോലെ തന്നെ ചേട്ടൻ്റെ മോൻ നിർദ്ദേശപ്രകാരം അവരുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തന്ന്, അങ്ങനെ 1 വർഷത്തെ എഗ്രിമെൻറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്ഥലവും തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ
അന്ന് തന്നെ കഴിഞ്ഞ മാസം ഈ പിണക്കത്തിലിരുന്നപ്പോൾ എൻ്റെ മക്കളുടെ 2 പേരും 5ലും 4ലും പഠിക്കുന്നു. അവർ ഈശോയെ സ്വീകരിക്കാൻ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു അവരുടെ മെയ് മാസം 30-ാം തീയതി. അങ്ങനെ ഇവരെല്ലാം അമ്മച്ചി അവരെല്ലാം പിണക്കമായത് കാരണം എനിക്ക് വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി എൻ്റെ മക്കൾ ഈശോയെ സ്വീകരിക്കാൻ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മച്ചിയെ ഞങ്ങൾ ഒന്നിച്ച് കുടുംബസഹിതം പോയി. അമ്മച്ചി ചേട്ടന്മാരെയൊക്കെ വിളിച്ചു. അവരെല്ലാവരും വരാമെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് വിഷമമായിരുന്നു. ഭർത്താവ് അമ്മച്ചീനെ സ്നേഹത്തോടെയല്ലേ വിളിച്ചപ്പോൾ അമ്മച്ചിക്ക് വിഷമം, വരത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അമ്മച്ചി വരാത്ത കാരണം ചേച്ചിമാരും ചേട്ടന്മാരും ആരും വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ശനിയാഴ്ച 31-ാം തീയതി ശനിയാഴ്ച ആദ്യ കുർബാന, ഞാൻ ഇവിടെ തിങ്കളാഴ്ച വന്നു. മാതാവിൻ്റെ ഈ ദേവാലയത്തിലിരുന്ന് മുട്ടയിൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ നീ അമ്മച്ചിയും ചേച്ചിമാരും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നീ എൻ്റെ മക്കളെ ആദ്യ കുർബാന സ്നേഹത്തെ അവരെല്ലാം ഭരണം സഹകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ മുട്ടയിൽ നിന്ന് കരഞ്ഞ് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുകളിൽ കൃപാസന മാതാവ്. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥി, കൃപാസന മാതാവ് ഞങ്ങളുടെ വീടിന് മുകളിൽ നിന്നുകൊണ്ട് അമ്മയുടെ ചുറ്റിനും സൂര്യപ്രകാശം പോലെ ഇങ്ങനെ തിളങ്ങുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്നു. വൈകുന്നേരം ഇവിടുന്ന് തിരിച്ച് ചെന്നപ്പോൾ ഭർത്താവ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ച് പറഞ്ഞ് അമ്മച്ചിയും ചേച്ചിമാരും എല്ലാം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഭർത്താവ് വീണ്ടും ചെന്ന് അമ്മച്ചീനെ സന്തോഷത്തോടെ വിളിച്ച് പിണക്കമൊക്കെ മാറ്റി. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എല്ലാവരും വന്ന് സഹകരിച്ച്, ചേട്ടന്മാരും ചേച്ചിമാരും മക്കളും എല്ലാവരും കൂടെ വന്ന് സഹകരിച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എൻ്റെ മക്കൾ ഈശോയെ സ്വീകരിച്ചു. അടുത്ത ഇതെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോള് മലപ്പുറത്ത് ലാബിൽ ലാബ് പഠിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വണ്ടാനത്ത് 6 മാസത്തേക്ക് ട്രെയിനിയായിട്ട് കയറിയായിരുന്നു. അപ്പോൾ അവിടെ പറയുമായിരുന്നു, ആൻറ്റി ഇവിടെ ട്രെയിനിയായിട്ട് കയറിയാൽ ഉപകാരമുണ്ട്, ഇവിടെ ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും എനിക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോ, ആൻറ്റി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കഴിഞ്ഞതിൻ്റെ മാസം വണ്ടാനത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിനോട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് ഞാനൊരു ചെറിയ കാശ് രൂപ വെഞ്ചരിച്ച് ഞാൻ മോളുടെ കയ്യിൽ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, മോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ കാശ് രൂപ പിടിച്ച് വേണം പോകാൻ, ആൻറ്റി ഇവിടെ ഇന്ന് ആരാധന കൂടി പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ എൻ്റെ ഫോണിൽ അച്ഛൻ്റെ ആരാധന ഞാൻ കൂടി കരഞ്ഞ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച്. കൊച്ച് ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വണ്ടാനത്ത് തന്നെ സ്ഥിരം ജോലി കിട്ടി. അതുപോലെ തന്നെ സ്ഥിര ജോലി കിട്ടി സിസ്റ്ററെ. സ്ഥിരമായിട്ട് എൻ്റെ കൊച്ചിന് അവിടെ ജോലി കിട്ടി. മോളെ ഞാനിവിടെ മാതാവിൻ്റെ ഒന്നിച്ച് ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞത്. സ്വസ്ത്രമേശ്വരി നന്ദി. എൻ്റെ പേര് സിജി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നെന്മണിക്കര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേരിലുള്ള ഒരു സ്ഥലം ജപ്തിയായിരുന്നു. അർബൻ ബാങ്കിലായിരുന്നു അത് ജപ്തി വന്നത്. അത് പൈസ അടയ്ക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു 80,000 രൂപയോളം അടച്ചിരുന്നെങ്കിൽ ജപ്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവായി കിട്ടുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും എടുത്തു വയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പ് ഞങ്ങൾ 3 കൊല്ലം മുന്നേ ഞങ്ങൾ നിർത്തിയതാണ്. അതിൻ്റെ പേരിൽ അതിൻ്റെ വർക്കിൻ്റെ ഒരു പൈസ ചെക്ക് അത് വേറൊരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ വന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കട നിർത്തിയത് കൊണ്ട് അതിൽ റിന്യൂ ചെയ്യാത്തത് കൊണ്ടും ബാങ്ക് അക്കൗണ്ട് റിന്യൂ ചെയ്യാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറേ അതിനു വേണ്ടി നടന്നു. 60 ദിവസമായിരുന്നു സമയം തന്നിരുന്നത് ബാങ്കിൽ നിന്ന് ജപ്തിക്ക്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരെയും കൊണ്ടൊക്കെ ചെന്ന് ചോദിച്ചു. ആ പൈസ ഒന്ന് ഞങ്ങൾക്കത് വിഡ്രോ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജപ്തി ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുമായിരുന്നു. പക്ഷേ അത് ബാങ്കുകാർ ഒരു നിലയ്ക്കും സമ്മതിച്ചില്ല. നിങ്ങൾ റിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പൈസ വിട്ടു തരാമെന്ന് പറഞ്ഞു. പക്ഷേ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷോപ്പ് എടുക്കണം, ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് എടുക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ശരിയാവാണ്ടായി കഴിഞ്ഞപ്പോൾ ജപ്തിയുടെ ലാസ്റ്റ് ദിവസം, അതായത് നാളെ അത് അവർ റിക്കവറി ആണ്, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു.
ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആൾ ബാങ്കിലേക്ക് പോയി എന്തെങ്കിലും അവസാന കൈ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ബാങ്കിലേക്ക് പോയിരുന്നു. ഞാനിവിടെ വന്ന് ഞാൻ അച്ഛനെ കാണാൻ ചീട്ടെടുത്തു. അച്ഛനെ കാണാൻ എനിക്ക് 3 മണിയാണ് സമയം കിട്ടിയത്. ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരിയായി, നമുക്ക് ഞങ്ങൾക്ക് അർബൻ ബാങ്കിലായിരുന്നു ലോൺ ഉണ്ടായിരുന്നത്. അവിടുത്തെ മാനേജർ ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറുടെ അടുത്തേക്ക് ചേട്ടൻ്റെ കൂടെ വിട്ടു. ആളവിടെ പോയി സംസാരിച്ച് ഞാൻ അച്ഛനെ കണ്ട അതേ ആ സമയത്ത് തന്നെ അവിടുന്ന് ആ പൈസ എനിക്ക് വിഡ്രോ ചെയ്ത് ഇതേ ബാങ്കിൽ അടച്ച് ഞങ്ങളുടെ ജപ്തി ഒഴിവായി കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ തന്നെ 9 കൊല്ലമായിട്ട് എൻ്റെ ചേട്ടൻ്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. അത് കേസ് ഇങ്ങനെ നീട്ടി പോകാമെന്നല്ലാണ്ട് അത് ഒരു വിധി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കത് ഒരുപാട് വിഷമമായി. കാരണം ആൾക്കൊരു കാര്യത്തിനും ചെയ്യാൻ പറ്റുന്നില്ല. ആളുടെ പാസ്പോർട്ടും എല്ലാം ബ്ലോക്കാക്കി വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കേസിൻ്റെ ദിവസത്തിൻ്റെ 2 ദിവസം മുന്നേ വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു, കേസ് വിധി വരാൻ പോവാണ്, പ്രശ്നമാണ്, വിധി നിങ്ങൾക്ക് എതിരാവാൻ സാധ്യതയുണ്ട്, 2 ജാമ്യക്കാരെ നിങ്ങൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് കേസിന് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. കേസ് ഇങ്ങനെ വിധി നമുക്കെതിരാണല്ലോ വരണേ എന്നുള്ളൊരിതായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേസിൻ്റെ പോകണമെന്ന് മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശ് രൂപം ചേട്ടന് കൊടുത്തിട്ട് ഞാൻ വിട്ടത്. ആളതും കൊണ്ടാണ് കോടതിക്ക് പോയത്. അവർ 12 മണി വരെ ഇരുന്നിട്ടും അവരെ വിളിച്ചില്ല, കോടതിയിലേക്ക് അവരെ കേസ് വിളിച്ചില്ല. അത് കഴിഞ്ഞ് 3 മണിയായി കഴിഞ്ഞപ്പോൾ ഗുമസ്തൻ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കേസ് എടുക്കണില്ല, അത് തള്ളിപ്പോയി, ഇനി അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുടെ പേരിൽ ഇനി കേസൊന്നുമില്ല, അത് തള്ളിപ്പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് അന്ന് വരെ കേസ് നടത്തിയിരുന്ന ആളല്ല, ഒരു സ്ത്രീ ആയിരുന്നു അവിടെ ജഡ്ജിയായിട്ട് വന്നിരുന്നതെന്നുള്ളത് അറിഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ ജഡ്ജിയായി വന്നിരുന്ന ആ കേസ് തള്ളിക്കളഞ്ഞത്. അത് അമ്മ തന്നെയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മായി ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് ആൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ വണ്ടി ഇടിച്ചതാണ്. ആൾക്ക് നട്ടലിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റി. ആൾ രാത്രിയാണ് ഉണ്ടായത്, പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതുണ്ടായത്. ഞാനെന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനും ചേട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ICUലാണ്. അപ്പോൾ കാണാനായിട്ട് നിവൃത്തിയില്ല, ആൾക്ക് നല്ല വേദനയുണ്ട്, ഡോക്ടർ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും 2 പേർക്ക് ഒരു 5 മിനിറ്റേക്ക് പോയി കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേട്ടനും കൂടി കയറി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. ഞാൻ ആ തൈലം ആൻറ്റിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ആൻറ്റീൻ്റെ കൂടെ ചെല്ലിച്ച് ആളുടെ വായിലും 2 തുള്ളി ഒറ്റി കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി. അതുവരെ അന്ന് രാത്രി വണ്ടി ഇടിച്ച് ചെന്നപ്പോൾ തൊട്ട് ആൾക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് ഓപ്പറേഷന് ഡേറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ആൻറ്റി നന്നായി ഉറങ്ങണതാണ് കണ്ടത്. അപ്പോൾ ഉറങ്ങണ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, വേദന എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി, ഇവിടെ രോഗി കിടന്ന് ഉറങ്ങുകയാണ്, ഇതിനൊരു വേദനയില്ല. അപ്പം നിങ്ങൾ എന്താ അത് പറയണതെന്ന് വെച്ചാൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ യാതൊരു ഓപ്പറേഷൻ്റേതായിട്ടുള്ള യാതൊരു പ്രശ്നവും ആൻറ്റിക്കില്ല. ആൻറ്റിക്ക് 10 ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ആളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജാക്കി. ഇത്രയധികം അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ മണ്ണുത്തി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് മണ്ണുത്തി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 2019 ആഗസ്റ്റ് 22-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ ആദ്യത്തെ കാരണം, ഞാൻ ഒരു സ്ഥലം, ഒരു വീട് വാങ്ങിക്കുന്നതിന് വേണ്ടി ലോൺ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ലോണിന് അപേക്ഷിച്ചപ്പോൾ 12 ലക്ഷം രൂപ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. 2-3 ബാങ്കിൽ അന്വേഷിച്ചപ്പോഴും ആ പൈസയിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി വെച്ചത്.
ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 15 ലക്ഷം ആണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. ആ 15 ലക്ഷം തന്നെ ലഭിക്കുകയും 3 മാസത്തിനകം ആ സ്ഥലം വാങ്ങിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. രണ്ടാമതായി എനിക്ക് ലഭിച്ച അനുഗ്രഹം 2011 എനിക്ക് മലദ്വാരത്തിനൊരു എരിച്ചിലും മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അമല ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറിൻ്റെ ആരംഭമാണെന്നും ഓപ്പറേഷൻ ചെയ്യുമെന്നും പറഞ്ഞു. 2012 ഒരു വർഷത്തിന് ശേഷം ഓപ്പറേഷൻ ചെയ്യുകയും 2 വർഷം പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എനിക്ക് രോഗം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് വേദനയും പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മലദ്വാരത്തിന് വീണ്ടും എരിച്ചിലും മൂത്രമൊഴിക്കുമ്പോഴുള്ള പുകച്ചിലൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ വീണ്ടും ഒരു യൂറോളജിസ്റ്റിനെ ചെന്ന് കാണുകയും ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു 2 തരം ഗുളിക കുറച്ച് എഴുതി തന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഈ ഗുളിക 2 തരം എഴുതി തന്നു. 1 മാസത്തേക്കാണ് ആദ്യം ഗുളിക എഴുതിയത്. ആ 1 മാസം ഗുളിക കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു ഈ ഗുളിക തന്നെ തുടർന്ന് കഴിക്കണം, അത് നിർത്തുവാൻ സാധിക്കില്ല, തുടർന്ന് കഴിക്കേണ്ട ഗുളികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു 5 വർഷക്കാലം ഞാൻ തുടർന്ന് ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഒരു പുതുക്കലിന് ശേഷം എനിക്ക് എൻ്റെ അസുഖം പൂർണ്ണമായും മാറുകയും ഉദ്ദേശം ഒരു 3 വർഷത്തോളമായി ഇപ്പം ഞാൻ ഗുളിയൊന്നും കഴിക്കുന്നില്ല. എനിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചിരിക്കുന്നു. 3-ാമത്തെ സാക്ഷ്യം, എനിക്കൊരു വായനാറ്റം ഉണ്ടായിരുന്നു. വായനാറ്റം സാധാരണ ഗതിയിലുള്ള വായനാറ്റമല്ല. എൻ്റെ വീട്ടിലാരെങ്കിലും വന്നാൽ ഞാനൊരു വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറുക പതിവായിരുന്നു. കാരണം എനിക്കത് അവരെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 പുതുക്കൽ കഴിഞ്ഞതിന് ശേഷം ജോസഫ് അച്ഛനെ കാണുന്നതിന് എനിക്ക് സാധിക്കുകയും ജോസഫ് അച്ഛന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പുതുക്കലിന് മുൻപ് തന്നെ എനിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അടുത്തതായി എനിക്ക് ലഭിച്ചത് കയ്യിനും കാലിനും അലർജി അസുഖമുണ്ടായിരുന്നു. കയ്യിലും കാലുമിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അത് ഇവിടുത്തെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ഉദ്ദേശം ഒരു 15-16 വർഷമായിട്ട് എനിക്കത് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പം എല്ലാ ഭക്ഷണവും കഴിക്കാൻ സാധിക്കുന്നു. കൂടാതെ കാശ് രൂപം ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശ് രൂപം ഞാൻ സ്ഥിരമായി കഴുത്തിൽ ധരിക്കാറുണ്ടായിരുന്നു. ഒരു 3 പ്രാവശ്യം ഞാൻ വീഴാനിടയായിട്ടുണ്ട്. ഒന്ന് പള്ളിയിൽ പോയിട്ട് പള്ളിയുടെ പടിക്ക് ഒരിക്കൽ വീണു. ആ വീണത് എന്നെ ആരോ താങ്ങി എന്നെ ഇരുത്തുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. എൻ്റെ തലയൊന്നും തട്ടുകയൊന്നും ചെയ്തില്ല. എനിക്ക് അതൊരു കുഴപ്പമില്ലാതെ
മാതാവും കർത്താവ് എന്നെ താങ്ങി എന്ന് തന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ ചെയറിൽ നിന്നും താഴെ വിടാനിടയായിട്ടുണ്ട്. അത് ഒരു സൈഡിൽ ഭിത്തിയും ഒരു സൈഡിൽ ഒരു TV സ്റ്റാൻഡും കിടന്നിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ വീണത്. പക്ഷേ ആ വീഴ്ചയിൽ എൻ്റെ തലയൊന്ന് താഴ്ത്ത് തട്ടുകയോ എനിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മയും തിരുക്കുമാരനും എന്നെ കാത്തു. കൂടാതെ ഒരിക്കൽ ഞാൻ മുറ്റത്തൊരിക്കൽ വീഴാനിടയായി. അന്നും തൊട്ടടുത്ത് ചവിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ടായിരുന്നു. ആ സ്റ്റെപ്പിൽ തലയിടിക്കാതെ, അത് തല താഴ്ത്ത് തട്ടുകയാണെങ്കിൽ ശരിക്കും ആ സ്റ്റെപ്പിലാണ് എൻ്റെ തലയിടിക്കുക. പക്ഷെ ഞാൻ വീണത് ഈ സ്റ്റെപ്പിൽ തട്ടാതെ തന്നെയാണ് ഞാൻ വീണത്. അതുകൊണ്ട് 3 വലിയ അപകടങ്ങളിൽ നിന്ന് മാതാവും കർത്താവ് എന്നെ രക്ഷിച്ചു. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇതിന്